ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഫോട്ടോഷോപ്പിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഫോട്ടോഷോപ്പ് വെച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഒരു ഇമേജിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് എത്രയും പെട്ടെന്ന് സെലക്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം, അതിനെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒബ്ജക്റ്റിനെ കട്ട് ചെയ്തെടുക്കാന്ന് വെച്ചാൽ നമ്മളൊരു ഫോട്ടോയിൽ ഇപ്പോൾ ഒരാളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരാളെ കട്ട് ചെയ്ത് വേറെ ബാക്ക്ഗ്രൗണ്ടിലേക്കൊക്കെ പ്ലേസ് ചെയ്യണമെന്നുണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പെൻ ടൂള്, ലാസോ ടൂൾ അല്ലെങ്കിൽ മാജിക് വാണ്ട് അങ്ങനെ കുറേ ടൂൾസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് വെറും 30 സെക്കൻഡ് പോലും വേണ്ട നമുക്കൊരു ഒബ്ജക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ. സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് സംഭവം എന്ന്. സോ അതിന് മുന്നേ ഞാൻ യൂസ് ചെയ്യുന്ന വേർഷൻ അഡോബ് ഫോട്ടോഷോപ്പ് 2021 അപ്പോൾ ഈ ഫീച്ചർ 2020ഉം 2021 അവൈലബിൾ. 2019 അവൈലബിൾ ആണോ എന്ന് എനിക്കറിയാൻ പാടില്ല. സോ എനിവേ 2020ഉം 2021 ഇത് അബ്സല്യൂട്ട്ലി അവൈലബിൾ ആണ്. അപ്പോൾ ആരും കമൻറ്റ് ഇടരുത് എൻ്റെ ഫോട്ടോഷോപ്പിൽ ഈ ഫീച്ചർ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. സോ ഇത് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോഷോപ്പ് 2020 ആവണം അല്ലെങ്കിൽ 2021 ആവണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഇമേജ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് കാണിച്ചു തരാം നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയാവുമെന്ന്. സോ ഇതാണ് നമ്മുടെ ഒറിജിനൽ ഇമേജ്. ഇതേപോലെയാവും നമ്മുടെ ഇമേജ്. കണ്ട, നമ്മളത് എന്തൊരു എളുപ്പത്തിലാണ് അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് കട്ട് ചെയ്തെടുത്തു അല്ലേ. ഇത് നമുക്ക് എങ്ങനെ 30 സെക്കൻഡിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സോ ഇതിവിടെ കിടന്നോട്ടെ, ഞാനിതൊന്ന് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇമേജ് ഓപ്പൺ ചെയ്യണം. Ctrl+O അടിച്ച് ഓപ്പൺ ആവും, അല്ലാന്നുണ്ടെങ്കിൽ ഫയലിൽ പോയിട്ട് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ആവും. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം, Ctrl+O. അതിനായിട്ട് എൻ്റെ ഡൗൺലോഡ്സിലാണ് കിടക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് എൻ്റെ ഇമേജ്. ക്യാമറ ഓപ്പൺ ആയിട്ടുണ്ട്, അതൊന്നും നമുക്ക് മാറ്റണ്ട. അപ്പം നമ്മൾ ഒരു ഇമേജ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അത് ഓൾറെഡി ലോക്കായിട്ട് കിടക്കും. കണ്ടില്ലേ, ഇതിപ്പോൾ ഓൾറെഡി ഒരു ലോക്കായിട്ട് കിടക്കുകയാണ്. ഇത് നമ്മൾ അൺലോക്ക് ചെയ്യണം. അൺലോക്ക് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലെയർ അൺലോക്കായി. ഇനി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂള് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ തന്നെയാണ് അതിൻ്റെ പേര്. നമുക്കിവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ടൂൾസ് ഉണ്ട് ഇതിൽ. ക്വിക്ക് സെലക്ഷൻ, മാജിക് വൺ ടൂള്. അപ്പോൾ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ 2 ടൂള് ഫെമിലിയർ ആവും. ഇതാണ് ഒരു പുതിയ ടൂള്. സോ നമ്മൾ ആ ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ എടുക്കുക. ഇനി കണ്ടോട്ടെ ഗൈസ്, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇത് സെലക്ട് സബ്ജക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ സെലക്ട് സബ്ജക്റ്റ് നോക്ക് എന്തൊരു പെട്ടെന്നാണ് അത് സെലക്ട് ആയിന്ന്. നമുക്ക് ഇവിടെ സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഇത് അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് സെലക്ട് ആയിട്ടില്ല. കുഴപ്പമില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സെലക്ട് മാസ്ക് എന്ന് കണ്ട, സെലക്ട് ആൻഡ് മാസ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ട, അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. കണ്ടില്ലേ, അതൊരു അടിപൊളിയായിട്ടാണ് സംഭവം. നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയില്ല. അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ കാര്യമാക്കണ്ട, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊക്കെ അങ്ങനെ കിടന്നാൽ മതി. ഔട്ട്പുട്ട് എന്താ ചെയ്യേണ്ടത്, ന്യൂ ലെയർ വിത്ത് ലെയർ മാസ്ക് കൊടുക്കുക. നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ കട്ടായി കിട്ടിയില്ലേ. ഇനി നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മളൊരു കളറ് വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് കിടന്നോട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാണ്ടല്ലേ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൈയൊക്കെ പകുതി പോയി. അത് റെഡിയാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മാസ്ക് എടുക്കുക. മാസ്ക് എടുത്ത് കഴിഞ്ഞിട്ട് മാസ്ക് എടുക്കണം കേട്ടോ. ഈ ഇമേജുമ്പോൾ ക്ലിക്ക് ചെയ്യരുത്. ഇവിടെ ഒരു ബൗണ്ടിങ് ബോക്സ് കണ്ട, അത് ഈ മാസ്കിൽ തന്നെ കിടക്കണം. നമുക്ക് ഈ മാസ്കിൻ്റെ അവിടെ ഒരു വൈറ്റ് ബൗണ്ടിങ് ബോക്സ് കാണാല്ലേ, അത് അവിടെ കിടക്കണം. എന്നിട്ട് നമ്മൾ ബ്രഷ് എടുത്തിട്ട് നമുക്ക് വൈറ്റ് കളറാണ് എടുക്കേണ്ടത്. ബ്ലാക്ക് കളർ എടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും മൈനസ് ആവും. നമുക്ക് ആഡാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വൈറ്റ് കളർ വേണം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് സ്വാപ്പ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൈറ്റ് കളറാവും. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ പതുക്കെ ഇവിടെ ആവശ്യമുള്ളതൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ,
കണ്ടില്ലേ, നമുക്കിവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല നമുക്കിനി സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ബ്ലാക്ക് കളർ എടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഭാഗമൊന്നും ഇവിടെ വേണ്ടല്ലോ. അപ്പോൾ അതെന്തിനാ നമ്മൾ ഈ ബ്രഷിൻ്റെ സൈസൊക്കെ കുറച്ച് നമ്മളിതിങ്ങനെ മൈനസ് ചെയ്ത് കൊടുക്കാം. സോ അങ്ങനെ നിങ്ങൾ ഓവറോൾ ചെയ്യുക. അത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞാൻ വീഡിയോ അത്ര ലെങ്തി ആക്കേണ്ടി. ഇതേപോലെ തന്നെ ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഭാഗമൊക്കെ എടുക്കുക. അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത ഭാഗം ഉണ്ടെങ്കിൽ നമ്മളത് ബ്ലാക്ക് കളർ ആക്കിയിട്ട് ഇങ്ങനെ മാച്ച് കളയുക. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഇങ്ങനെ മാച്ച് കിട്ടും. കണ്ടില്ലേ, ഇത് നമുക്ക് ഇങ്ങനെ ബ്ലാക്ക് കളറൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ മാച്ച് കറക്റ്റായൊരു മുടിയുടെ ഷേപ്പ് പോലെ എടുക്കാം. കണ്ടില്ലേ, അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. സോ ഞാൻ അത് ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഗ്രൂപ്പ് ഓൺ ആക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ, ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് മാസ്കും കാര്യങ്ങളൊക്കെ. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ അത് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.